പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൺമണിയോട് താൻ കിട്ടിയ താലി അഴിച്ചുമാറ്റണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയുടെ പ്രതീക്ഷകളെല്ലാം തകർത്ത് കളയുന്നു. ഇതോടെ ക്രിഷ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് കൺമണിയും മുന്നിലേക്ക് പോവുകയാണ്. എന്തിനാണ് ഞാനിനി ഇതിനു വേണ്ടി ബലം പിടിച്ചു നിൽക്കുന്നത്? ക്രിഷ് സാർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. വെറുതെ ക്രിഷ് സാറിനെയും ബുദ്ധിമുട്ടിക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് കൺമണി മുന്നിലേക്ക് പോകുന്നത്. ഇതോടെ കൺമണി അമ്പലത്തിൽ വെച്ച് താലി ഊരിക്കളയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കൺമണിക്ക് അത് സാധിക്കുന്നുമില്ല. ഇതോടെ കൺമണിയാകെ പെട്ടുപോയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവുകളാണല്ലോ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയാണ് കൺമണി. എന്നാൽ ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് വന്ന് സംഭവിക്കുന്നത്. അമ്മായിമാർ വീണ്ടും കാലുമാറിയിരിക്കുകയാണ്. അമ്മായിമാരെ കൂടെ നിർത്തിയില്ല എങ്കിൽ കാര്യങ്ങൾ മുന്നിലേക്ക് പോവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മി സ്വത്തുക്കൾ നൽകാമെന്നുള്ള ഉറപ്പ് നൽകിയതിനെ തുടർന്ന് അമ്മായിമാർ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൺമണിക്ക് നേരെ. ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ വരുണുമായി വിവാഹം നടത്തണം അവളുടെ എന്ന് ധനലക്ഷ്മി ആവശ്യപ്പെടുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള എല്ലാ സഹായവും നൽകിക്കൊണ്ട് കൂടെ ഞങ്ങളുണ്ടാകുമെന്നുള്ള ഉറപ്പ് അമ്മായിമാർ നൽകുകയും ബാക്കി കാര്യങ്ങൾ ധൈര്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും. ഇതേ തുടർന്നാണ് കൺമണിയെ ചെന്ന് കാണുന്ന അവർ വരുണുമായുള്ള വിവാഹം നടത്തുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം കൺമണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്ന് കൺമണി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന അമ്മായിമാർ മനോജ് കൊടുത്ത വാക്കാണത്. അത് തെറ്റിക്കുന്നത് വീട്ടിലെ എല്ലാവർക്കും മാനക്കേട് തന്നെയാണ്. പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നത് ശരിയല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന കൺമണിയൊന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് അമ്മായിമാർ കാലുമാറിയത്. അതുകൊണ്ട് തന്നെ എനിക്കെന്തായാലും ഉടനെയൊന്നും വിവാഹം വേണ്ട. അത് എൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ നിന്ന് പെട്ടെന്നൊന്നും മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേൾക്കുന്ന അമ്മായിമാർ ഇത് നിന്റെ ധിക്കാരമാണ്. മനോജിനെ അനുസരിക്കാതെയുള്ള ഈ നീക്കം നല്ലതിനല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനോജ് നിന്റെ ഏട്ടനാണ്. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് ധനലക്ഷ്മിയും അതുപോലെ തന്നെ മനോജും കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. അല്ലാതെ ഒന്നും തന്നെ അവർ ചെയ്യില്ല എന്ന് ഇനി ഞങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. നീ അവരെ വേദനിപ്പിക്കുന്നത് ശരിയല്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് അഭയം നൽകുന്നത് അവരല്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അമ്മായിമാർ. ഇതോടെ കൺമണി ഒന്ന് പതറിപ്പോകുന്നു. മാത്രവുമല്ല ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ സമയം ധനലക്ഷ്മിയും മുന്നിലേക്ക് കടന്നു വന്ന് അവൾക്ക് ഇപ്പോൾ നമ്മളോടൊന്നും യാതൊരു കമ്മിറ്റ്മെന്റുമില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. സ്വന്തം കാര്യം മാത്രമാണ് അവൾക്ക് ഇപ്പോൾ നേടാനുള്ളത്. അതിനുള്ളിൽ നമ്മളൊക്കെ വെറും ശിശുക്കൾ. നമ്മുടെ കാര്യം പോലും അവൾക്ക് അറിയേണ്ടതില്ല. സ്വന്തം കാര്യം നോക്കി സുഖമായി ജീവിക്കുക. ചിലർ അങ്ങനെയാണ്. ഇത് കേൾക്കുന്ന അമ്മായിമാർ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തിയത് കൺമണിക്ക് തിരിച്ചടിയാകുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും? കെട്ടിയ താലി പൊട്ടിച്ചെടുക്കാൻ ക്രിഷ് സാർ ഇടയ്ക്ക് പറയുന്നു. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്ന ചോദ്യവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ
കൺമണി. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയും ചെയ്യുകയാണ്. ബലരാമനാകട്ടെ ഇനി പുതിയ നീക്കങ്ങൾ കൊണ്ടുവരേണ്ട സമയമായി എന്ന് ഉറപ്പിക്കുന്നു. തിരിച്ചടികൾ കൊടുക്കുക തന്നെ വേണം. അതിൻ്റെ ഭാഗമായി ഇനി കൺമണിയെ അകറ്റുകയാണ് ചെയ്യേണ്ടത്. അതിന് ഉപയോഗിക്കേണ്ടത് മറ്റാരെയുമല്ല, ആ മാനസയെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവർ. മാനസ മുന്നിലേക്ക് വരികയാണ് എങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. മാനസയുടെയും കൃഷിൻ്റെയും വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കങ്ങളാണ് ഇനി മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഒരു നീക്കം മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ആ കാര്യം ഉറപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവമായി ഇനി ആ കാര്യം നടപ്പിലാക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. മാത്രവുമല്ല, കൺമണി ഇപ്പോൾ ചതിക്കുകയാണ് മാനസയെ എന്നുള്ള കാര്യം മാനസയെ മനസ്സിലാക്കിപ്പിക്കണം. മാനസ ഈ കാര്യങ്ങളെല്ലാം അറിയുകയാണ് എങ്കിൽ പിന്നെ കൺമണി ആ വീട്ടിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിച്ചുകൊണ്ട് തന്ത്രം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ബലരാമൻ ഒടുവിൽ കൃഷ് കൺമണിയെ താലി കെട്ടിയിട്ടുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതോടെ മാനസയെ ഈ സത്യങ്ങൾ ബലരാമൻ അറിയിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.